ദുർഗാദേവിയുടെ ഏഴാമത്തെ അവതാരമാണ് കാളരാത്രി. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് കാളരാത്രി ദേവിയെ ഇരുട്ടിന്റെയും തിന്മയുടെയും സംഹാരകയായി കണക്കാക്കുന്നു. നവദുർഗാദേവിയുടെ ഏഴാമത്തെ അവതാരമാണ് കാളരാത്രി. അതിനാൽ നവരാത്രിയുടെ 7-ാം ദിവസം കാളരാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത്. പാർവതി ദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമാണ് കാളരാത്രി. ദുർഗാദേവിയും അസുര രാജാവായ മഹിഷാസുരനും തമ്മിലുള്ള നിരവധി യുദ്ധങ്ങളുടെ പരമ്പരയിൽ ദേവിയുമായി യുദ്ധം ചെയ്യാൻ രക്തബീജൻ, മഹിഷാസുരന്റെ പക്ഷത്തുള്ള അസുരനാണ് രക്തബീജൻ യുദ്ധകളത്തിലേക്ക് വന്നു. നിലത്ത് രക്തം വീഴ്ത്തി സ്വയം ക്ലോണിനെ സൃഷ്ടിക്കാനുള്ള ശക്തി രക്തബീജൻ ഉണ്ടായിരുന്നു. അതിനാൽ ആ സമയത്ത് ശുംഭനും നിശുംഭനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ചാമുണ്ഡി ദേവി രക്തബീജനെതിരെ പോരാടാൻ കാളി ദേവിയെ സൃഷ്ടിച്ചു. രക്തബീജനെ കൊല്ലാൻ കാളി വളരെ ഉഗ്രമായ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. രക്തബീജന്റെ എല്ലാ ക്ലോണിനെയും അവൾ കൊന്നു. ഭൂമിയിൽ വീഴാതിരിക്കാൻ രക്തത്തുള്ളികൾ നക്കി തുടച്ചു. രക്തബീജനെ അങ്ങനെ അവൾ പരാജയപ്പെടുത്തി. എന്നാൽ രക്തത്തുള്ളികളെ കൊന്നുകുടിക്കുന്ന ഈ പ്രക്രിയകളിലെല്ലാം അവൾ വളരെ പ്രകോപിതയായി. വളരെ കോപിഷ്ഠയും വിനാശകാരിയും നിയന്ത്രണാതീതയുമായി. ദേവിയുടെ അത്തരത്തിലുള്ള അക്രമാസക്തമായ രൂപം ദേവന്മാരെ പോലും ഭീഷണിപ്പെടുത്തി. 4 കൈകൾ കഴുതയുടെ പുറത്തു വെച്ചിരിക്കുന്ന രൂപത്തിലാണ് കാളരാത്രി ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇടത് കൈകളിൽ ഖണ്ഡമുദ്രയും വജ്രമുദ്രയും, വലതു കൈകൾ യഥാക്രമം വരദമുദ്രയും അഭയമുദ്രയും ഉള്ളവയാണ്. രാത്രി പോലെ കറുത്ത നിറമുള്ള അവളുടെ നിറം അവളുടെ അമ്പരപ്പിനെയും വിനാശകരമായ സ്വഭാവത്തെയും പ്രതിനിധീകരിക്കുന്ന സമൃദ്ധമായ രോമങ്ങൾ. കാളരാത്രി ദേവിയുടെ 3 കണ്ണുകൾ അവളുടെ കോപത്തെ പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഭാഗ്യവും സംരക്ഷണവും ആഗ്രഹിക്കുന്നുവെങ്കിൽ കാളരാത്രി ദേവിയെ ധൈര്യമായി ആരാധിക്കാം. കാരണം അവൾ ഭക്തരുടെ ജീവിതത്തിൽ ശുഭകരവും നല്ലതുമായ ഫലങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ശുഭങ്കരി ദേവി എന്നുകൂടി അറിയപ്പെടുന്നത്. കാളരാത്രി ദേവിയുടെ ഉഗ്രരൂപം ദുഷ്ടശക്തികൾക്ക് ഭീഷണിയാണെങ്കിലും തൻ്റെ ഭക്തർക്ക് ഒരു ദോഷവും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ദേവിയാണ് കാളരാത്രി. ദേവിയെ ആരാധിക്കുന്നവർ നെഗറ്റീവ് എനർജികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടുന്നു. ദേവി ഭക്തർക്ക് ഐശ്വര്യം വാരിക്കോരി ചൊരിയുന്നു. ഇനി കാളരാത്രി ദേവിയുടെ മന്ത്രം ഏതാണെന്ന് നോക്കാം. മന്ത്രം ഇതാണ്: ഓം കാളരാത്രി മഹാകാളി കപാലി കരാലിനി ധർമ്മപാപ്നാശിന്യേ രക്ഷം ദേഹി സദാശിവൈ. ഈ മന്ത്രം ജപിക്കുന്ന ഭക്തർക്ക് ആരോഗ്യവും ഏകാഗ്രതയും അറിവും വർദ്ധിക്കും. ഓം ദേവി കാളരാത്രിയൈ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓം ഐം ഹ്രീം ക്ലീം കാളരാത്രിയൈ നമ.